ഇപ്പോൾ ഇവിടെ ഒരു സേമി പായസം ഉണ്ടാക്കാനാണ് പോണത്. ഞാനും കാക്കിയും കൂടിയാണ് ഇന്ന് ഭക്ഷണം റെഡിയാക്കുന്നത്. ചോറ് ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പം ആ സമയം അപ്പോഴാണ് കാക്ക പറഞ്ഞത് നമുക്കിന്ന് ഫ്രൈഡ് റൈസ് ആക്കിയാലോ എന്ന്. അപ്പോൾ സാധാ ചോറ് കൊണ്ടാണ് കേട്ടോ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇപ്പോൾ കാക്കാക്ക് വെള്ളിയാഴ്ച ആയാൽ എന്നും പായസം വേണം. അപ്പോൾ സേമിയോണ്ട് പായസം ഉണ്ടാക്കാൻ വിചാരിച്ച്. വറുക്കാത്ത സേമിയാണിത്. വറുത്ത സേമിയ കൊണ്ട് ഉണ്ടാക്കാൻ ഞാൻ വറുക്കാത്ത സേമിയ കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. കുറച്ച് ആളുള്ളൂ. അപ്പോൾ 2 പിടി സേമിയ ഇട്ടിട്ടുള്ളൂ. ഒരു നുള്ളു ഉപ്പും കൂടി ഇട്ടിട്ട് ഒരൊറ്റ വിസിലടുപ്പിക്കുക. വിസിലടുപ്പിക്കേണ്ടെന്ന് ആവശ്യമില്ല, അല്ലാതെ തന്നെ പെട്ടെന്ന് വേവും. പിന്നെ ഞാൻ ഈ കുക്കർ തന്നെ എടുത്തതെന്ന് വെച്ചാൽ കോഴി പുഴുങ്ങിയിട്ട് ഇന്ന് കൂട്ടാൻ ഉണ്ടാക്കാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിനും കൂടി ഒരൊറ്റ പാത്രം കഴിക്കാൻ മതിയല്ലോ വിചാരിച്ചിട്ടാണ് ഈ പാത്രം എടുത്തിട്ടുള്ളത്. ഇപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിതിലേക്കുള്ള പച്ചക്കറിയൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് പറഞ്ഞാൽ മുളകാണ്, പച്ചമുളക്. അപ്പോൾ നിങ്ങൾ ഇത്രയൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. അത് തീരെ എരിവില്ലാത്ത മൂക്കാത്ത മുളകുണ്ടല്ലോ, അതാണ് കേട്ടോ. അപ്പോൾ ഞാനത് കുറച്ച് കൂടുതൽ ഇടുകയാണ്. ഇതൊരു 10-15 മുളകുണ്ട്, ചെറുതാക്കി അരിഞ്ഞാണ്. അപ്പോൾ നിങ്ങൾ മുളക് ഇടുകയാണെന്ന് വെച്ചെങ്കിൽ ഒരു മുളകറ്റ് ചതച്ചത് അഥവാ കട്ട് ചെയ്ത് ഇട്ട് കൊടുത്താൽ മതി. ഇതൊരു 10 ഇല്ലി വെളുത്തുള്ളി, ഇഞ്ചിയും പട്ട, അമ്മാതിരി ബീൻസ്, ക്യാരറ്റ് ഉണ്ട് പൊടിയാക്കിയിട്ടാണ് അരിഞ്ഞിട്ടുള്ളത്, ക്യാപ്സിക്കം, ഒരു വല്യുള്ളി. അപ്പോൾ ഇത്രയാണ് എടുത്തിട്ടുള്ളത്. അതൊക്കെ പിന്നെ എല്ലാവർക്കും അറിയുന്നതാണ്. ഞാൻ എന്നാലും ഒന്ന് ജസ്റ്റ് കാണിച്ചു എന്നേ ഉള്ളൂ. ഇതെല്ലാം കൂടി ഒന്നായിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം. മല്ലിൻ്റെ ഇല കൊണ്ടുവന്നിട്ടില്ല, കൊണ്ടുവന്നാൽ ഇട്ട് കൊടുക്കുക. അപ്പോൾ കോഴി വാങ്ങാനൊക്കെ കാക്ക പുറത്ത് പോയതാണ്. അപ്പോൾ ഞാൻ ഇതിങ്ങനെ ഈ മൂക്കാത്ത മുളക് ഇങ്ങനെ ഇടാൻ കാരണം അതൊരു വെറൈറ്റി ഇതായിട്ട് ആവും. നമ്മളെ ചോറ്റിൽ ഇങ്ങനെ കാണുമ്പോൾ നല്ലൊരു വെറൈറ്റി ആയിട്ടുണ്ടാവും. പിന്നെ ആണെങ്കിൽ എരിവില്ല. ഒരു മുട്ടിക്ക് തന്നെ 4 മുളകൊന്നും ഇട്ടാലൊന്നും എരിവുണ്ടാവാറില്ല. അത്രക്കും എരിവില്ലാത്ത മുളകാണ്. എരിവില്ലാത്തതല്ല, മൂക്കാത്ത മുളകായതുകൊണ്ട് എരിവില്ലാത്തതാണ്. ഇന്നൊരു മടി പിടിച്ച് നിൽക്കുന്ന ദിവസമായിരുന്നു. ജലദോഷം ചുമയൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഭയങ്കര കൂടുതലായിട്ടൊന്നുമില്ല, ചെറിയങ്ങനായിട്ടുള്ള ജലദോഷം ചുമയൊക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഇതാവുമ്പോൾ പെട്ടെന്ന് കഴിയുമല്ലോ പണി. കറിയും ഉപ്പേരിയും എല്ലാം ഒറ്റ അടിക്കന്നെ റെഡിയാവും. അപ്പോൾ അതാണ് ഇപ്പോൾ ഇന്ന് ഇതുണ്ടാക്കാമെന്ന് വിചാരിച്ചത്. സാധാരണ എല്ലാവരും പച്ചക്കറി ഫ്രൈഡ് റൈസിന് കട്ട് ചെയ്യൽ നീളത്തിലാണ്. ഞാൻ ഇത് വട്ടത്തിലാണ് കട്ട് ചെയ്തിട്ടുള്ളത്. അതേമാതിരി ക്യാരറ്റ് ആണെങ്കിലും നീളത്തിലല്ലേ കട്ട് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്ത് കണ്ടു ഞാൻ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഇതൊരു വെറൈറ്റി കാണുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു ഇതുണ്ടാവും. പിന്നെ നമ്മൾ സാധാ ചോറ്റിലുമാണല്ലോ ചെയ്യണത്. ക്യാപ്സിക്കം ലാസ്റ്റ് ഇട്ട് കൊടുക്കുക വെച്ചിട്ടാണ്, പെട്ടെന്ന് അലിഞ്ഞു പോവുമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ക്യാപ്സിക്കം മാറ്റി വെക്കുന്നത്. കാക്കാൻ്റെ റെസിപ്പി ഇതിൽ കാണിക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. സമ്മതിക്കുമെന്നറിയില്ല. ഇതിലേക്ക് വേണ്ട ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പൊക്കെ നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. ചില ഉപ്പ് കുറച്ചിട്ട് കൊടുത്താൽ മതിയാവും, ചില ഉപ്പിന് നല്ല കൂടുതലിട്ട് കൊടുക്കണം. ഈ പ്രാവശ്യം ഞങ്ങൾക്ക് കിട്ടിയ പൊടിയുപ്പ് എത്ര ഇട്ട് കൊടുത്താലും കാണാത്തൊരു തരം ഉപ്പാണ്. അല്ലെങ്കിലേ ഞങ്ങൾക്ക് അത്യാവശ്യം ഉപ്പും എരിവും വേണം. ഇതൊന്നുകൊണ്ട് വഴന്ന് വന്നാൽ നമുക്കിതേക്ക് ഇതൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ കുക്കറൊന്ന് തുറന്ന് നോക്കാം.
വെള്ളം തീരെ ഇല്ല കേട്ടോ, വെള്ളത്തിൻ്റെ ആവശ്യം നമുക്കില്ല. അപ്പോൾ പഞ്ചസാരയൊക്കെ ഇട്ട് കൊടുക്കട്ടെ. മല്ലിൻ്റെ ഇല ഇടുന്നാ ഇതിൽ മാത്രം നോക്കുകയാണേ. പാലിടുന്നാ പായസത്തേക്ക് പാലുണ്ടേ. ആ ഞാൻ ഇപ്പോൾ ഇവിടെ ഉള്ള പാലിട്ടുണ്ടാക്കിയാണ് ഞാൻ ഫുഡിങ് ഉണ്ടാക്കാനുള്ള. ഇത് നോക്കി മധുരം നോക്കാണ്. കജ്ജൊക്കെ കയ്യിൽ കോഴിക്കടിയത്ത് ചോര വരെയുണ്ട്. നമ്മൾ അർത്ഥതാണ് വെച്ചിട്ട് അപ്പം നമ്മൾ പായസം ഒന്ന് തൂമ്പിച്ചെടുക്കാം. അപ്പം ഇതിലേക്ക് ഞാൻ ഏലക്കായിൻ്റെ പൊടി ഇട്ടിട്ടില്ല, അപ്പോൾ അതൊന്ന് ഇട്ട് കൊടുക്കട്ടെ. ഏലക്കായ് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അടിപൊളി പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. വറുക്കാത്ത സേമിയ കൊണ്ട് ഒരു ദിവസം ഞാൻ ഉണ്ടാക്കി നോക്കിയതാട്ടോ, നല്ല ടേസ്റ്റുള്ള പായസമായിരുന്നു. അപ്പോൾ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചിക്കൻ ഒന്ന് കഴുകിയെടുക്കട്ടെ. അതിക്കുള്ള തൈര് ഇതൊക്കെ ഉണ്ടാക്കണേ. ഈ തൈര് നല്ല കട്ടിയാണ്. സിഫുവിന് നല്ല ഇഷ്ടമായി. ഇതാ ലാസ്റ്റത്തെ പാക്കറ്റാ. നിങ്ങൾക്ക് ഇപ്പം ഞാൻ എങ്ങനെയാ നോക്കി. അതല്ല ആ ചോറ്റിലേ ഒരു പ്ലേറ്റ് കിട്ടി നോക്കിയത് ടേസ്റ്റ് ഉണ്ട്. അത് അങ്ങനെ വെച്ചാലോ അമ്മക്ക് കോഴി പുഴുങ്ങാന്ന് പറഞ്ഞിരിക്കണ്. നിങ്ങൾക്ക് ഇപ്പില്ല, എന്നാൽ പിന്നെ ഇപ്പം ഇപ്പിൻ്റെ കഥ തീരെ ഉണ്ടാവില്ല. ടേസ്റ്റ് ഇല്ലേ? രസം ഇതാക്കി നോക്കി. വിരലുമ്മ കുറച്ചൊന്ന് തൊട്ടുകാണ്ട് വിരലുമ്മ ജസ്റ്റ് ഒന്ന് തൊട്ടാൽ മതി. അത്രയൊക്കെ ഇടണം. ഈ ഇപ്പ് തീരെ ഇല്ല, എത്ര ഇട്ടിട്ടോ. അന്ന് ഇവിടുന്ന് ചോറ് കഴിച്ച ഞാനിത് എന്നിട്ട് നിങ്ങളെ വിളിച്ച പായസം പിന്നെ ആയിട്ടുള്ളൂ. അപ്പോഴാണ് പിന്നെ ഞങ്ങൾ മിച്ചർ ഉണ്ടാക്കട്ടെ വെച്ചുകൊണ്ട് വിളിച്ചത്. അതിലിപ്പുണ്ടാ പേറിക്കണ രസം കാക്കാടുന്ന തൈര് ഉണ്ടാകാൻ പറയാം. നിങ്ങൾക്ക് കുറച്ച് ഇതിലില്ല, ഇതൊരു പാക്കറ്റാണ്. രസം തൈര് ഉണ്ടാകാൻ പറയാം. നിങ്ങൾക്ക് ഇതിൽ നിന്ന് കുറച്ച് മുക്കിയാണ്ട് തൈരിടാം. അപ്പോൾ കാക്ക ഒരു മസാല ഇല്ലാത്ത ചിക്കൻ ഉണ്ടാക്കണം കേട്ടോ. അപ്പോൾ അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഒക്കെ കട്ട് ചെയ്യാണ്. കാക്കാക്ക് പറയാൻ മടിയായതുകൊണ്ട് പറയാതെയാണ് എടുത്തത്. അപ്പോൾ ഞാനാണ് അതിന് വോയിസ് കൊടുക്കുന്നത്, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഞാനത് എടുത്ത് വെച്ച് കൊടുത്തു എന്നുള്ളൂ. പിന്നെ അതിലേക്ക് നമുക്ക് ഏത് ചിക്കൻ വേണമെങ്കിലും എടുക്കുക. കാക്ക എല്ലുള്ള പീസുകളാണ് കാക്കാക്ക് താല്പര്യം. അപ്പോൾ എല്ലുള്ള പീസുകൾ മാത്രം തിരഞ്ഞിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഒരു കുക്കർ അടുപ്പത്തേക്ക് വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുത്തു. അതിനുശേഷം അതിലേക്ക് ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് പൊട്ടിത്തെറിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ കാണിച്ചത്.
അതിന് ശേഷം അതിലേക്ക് ജീരകം ഇട്ട് കൊടുത്തു, വലിയ ജീരകം ഇട്ട് കൊടുത്തു. പിന്നെ കുരുമുളക് പൊടി ഇട്ട്. അതിൻ്റെ ശേഷമാണ് പിന്നെ അതിലേക്ക് അരിഞ്ഞ് വെച്ചിട്ടുള്ള പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇട്ട് കൊടുത്തത്. പിന്നെ ലേശം ചീരുള്ളി ഞാൻ തൊലിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതും അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ചിക്കൻ ഇട്ട് കൊടുത്ത് അതിനുശേഷം നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കിയതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇളക്കി കൊടുത്തതിനേക്കനെ. പിന്നെ അതിൻ്റെ പകുതി ഭാഗം, ആ ചിക്കൻ്റെ പകുതി ഭാഗത്ത് നിൽക്കുന്ന അത്ര വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് ഇനി ഒരു വിസിൽ അടിച്ചതിൻ്റെ ശേഷമാണ് റെഡി ആവുക കേട്ടോ, പെട്ടെന്ന് റെഡി ആവും. അപ്പോൾ ഈ വീഡിയോ എടുത്തു കൊടുക്കുന്ന സമയത്ത് നമ്മൾ മിച്ചർ ഉണ്ടാക്കാന്ന് പറഞ്ഞുകൊണ്ട് താഴേക്ക് ഇറങ്ങി വന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ മിച്ചർ ഉണ്ടാക്കുന്ന വീഡിയോ ഉണ്ട് കേട്ടോ, അത് നമ്മൾ എടുത്തിട്ടുണ്ട്. അത് കംപ്ലീറ്റ് ആയിട്ട് ഞാൻ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ കാക്ക ഇവിടെ ചിക്കൻ ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞ് പോയിട്ടാ. പിന്നെ അത് തൂമ്പിച്ചെടുക്കാനൊന്നും സമയം കിട്ടിയിട്ടില്ല. അപ്പോൾ എന്നോട് അതൊക്കെ തൂമ്പിച്ചെടുക്കുകയെന്ന് പറഞ്ഞ് പോയതാണ്. ഇന്ന് ഞങ്ങൾക്ക് വേറൊരു വീഡിയോ ഉണ്ടായിരുന്നു, വീഡിയോ എടുക്കുകയായിരുന്നു ഞാനും ഉമ്മയും കൂടിയിട്ടാ. അപ്പോൾ ഞങ്ങളിത് ഈ വീഡിയോ എടുത്തുകൊണ്ട് നിൽക്കുന്ന ഇടയിലാണ് ഇറങ്ങി വന്നത്. നമ്മളിത് മിച്ചറിൻ്റെ വീഡിയോ എടുക്കില്ലേ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ വീഡിയോ എടുക്കുക കാരണമായതുകൊണ്ട് കാക്കാക്ക് കംപ്ലീറ്റ് ആക്കാൻ കഴിയാഞ്ഞത്. അപ്പോൾ ആ വീഡിയോ കുറച്ച് അതിൻ്റെ ശേഷമാണ് ഈ വീഡിയോ തുടങ്ങിയത്. അപ്പോൾ അതുകൊണ്ട് ഇത് കംപ്ലീറ്റ് ആക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഈ വീഡിയോ ഇതൊന്ന് താളിച്ച് വെക്കുമെന്ന് പറഞ്ഞിട്ട് പോയിട്ടുണ്ട്. ഇന്ന് വെള്ളിയാഴ്ച ആണല്ലോ, ജുമായ്ക്ക് പോയതാണ്. അപ്പോൾ ഞാനതൊന്ന് താളിച്ചെടുക്കട്ടെ. കാക്കന്നെ ഉള്ളിയൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ, എല്ലാം റെഡിയാക്കിയിട്ടാണ് പോയിട്ടുള്ളത്. പിന്നെ ഞാൻ കാണിക്കാൻ മറക്കല്ല, ഞങ്ങളൊരു വീഡിയോയിലാണെന്ന് പറഞ്ഞല്ലോ. ആ സമയത്ത് ഈ കാക്കതിയിൽ കോൺഫ്ലവർ, ഒരു സ്പൂൺ കോൺഫ്ലവറും കലക്കി വെച്ചിട്ടുണ്ടായിരുന്നു. കാക്ക എങ്ങനെ വെച്ചാൽ കറി വെക്കുക എന്ന് പറഞ്ഞാൽ പറഞ്ഞ മാതിരി ആവില്ല, ലാസ്റ്റ് വെച്ച് വരുമ്പോൾ അതിൽ പല ഇതും ചേർത്തിട്ടുണ്ടാവും. എങ്ങനെ ആയാലും നല്ല ടേസ്റ്റ് കിട്ടാറുണ്ട് കേട്ടോ. ഇതാണ് കറി, വെള്ളം പോലെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ കാക്ക ഉണ്ടാക്കുന്ന സമയത്ത് അധികവും എല്ലുകൾ ഇട്ടിട്ടാണ് ഉണ്ടാക്കുക. എല്ല് ഭാഗങ്ങൾ, ചിക്കനിലെ നല്ല ഇറച്ചിയുള്ള ഭാഗങ്ങൾ ഒരു കഷ്ണം പോലും ഇതിലില്ല, അധികം എല്ലുള്ള ഭാഗങ്ങൾ മാത്രം ഇട്ടിട്ടാണ് ഉണ്ടാക്കുക. അപ്പോൾ ഞാനിതൊന്ന് താളിച്ചെടുക്കട്ടെ. ഇതാണ് ഇപ്പം നമ്മളൊരു ഭക്ഷണം, ചെറിയൊരു ഭക്ഷണത്തിൻ്റെ ഇതാണിത്. പായസവും സലാഡ്, ഫ്രൈഡ് റൈസ്. ഇത് സാധാ അരി കൊണ്ടുള്ള ഫ്രൈഡ് റൈസാണ്. അതേമാതിരി കാക്കാൻ്റെ സ്പെഷ്യൽ കറി. അപ്പം എല്ലാവർക്കും ഇതേപോലെ ഈ കറിയൊന്ന് ഉണ്ടാക്കി നോക്കുക. സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്സ്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ കൂടെ കാണുന്ന കുഞ്ഞു ബെല്ലിലേക്കൻ ക്ലിക്ക് ചെയ്യുക. എന്നാൽ ഞാൻ ഇടുന്ന വീഡിയോകൾ അപ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ലൈക്ക് ചെയ്യാനും മറക്കരുത്.